അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മനുഷ്യരുടെ കേൾവിയുടെ പ്രത്യേകത. നമ്മൾ കേൾക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേൾവിയും അള്ളാഹിൻ്റെ കേൾവിയും അത് വ്യത്യസ്തമാണ്. അള്ളാഹു സമ്പൂർണ്ണനാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ കേൾവിയും പരിപൂർണമാണ്. മനുഷ്യർ നമ്മൾ അപൂർണരാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ അപൂർണതക്കനുസരിച്ച് നമുക്കെല്ലാം കേൾക്കാൻ കഴിയില്ല. കേൾക്കണത് തന്നെ കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞോളുന്നില്ല. പല ശബ്ദങ്ങളും കേൾക്കാൻ നമുക്ക് അവസരമല്ല, കേൾക്കാൻ നമുക്ക് കഴിയൂല. അത്രമാത്രം പരിമിതിയും പോരായ്മയും ഉള്ളവനാണ് മനുഷ്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ? പറയാൻ കാരണം ഇസ്ലാമിൻ്റെ പേരിൽ ജന്മം കൊണ്ട ചില കക്ഷികളുണ്ട്, പിഴച്ച കക്ഷികൾ. അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ച്, അള്ളാഹു കേൾക്കുന്നവനാണെന്നുള്ളതിനെ നിഷേധിച്ച്, അള്ളാഹു കാണുന്നവനാണ് എന്നുള്ളതിനെ നിഷേധിച്ചു. അത് നിഷേധിക്കാൻ എന്താ കാരണം? കാരണം അവർ പറഞ്ഞത് അള്ളാഹു കേൾക്കുന്നവൻ, അള്ളാഹു കാണുന്നവൻ എന്ന് പറഞ്ഞാൽ പടച്ചോനെ നമ്മൾ മനുഷ്യരോട് സാദൃശ്യപ്പെടുത്തുകയല്ലേ. അതുകൊണ്ട് നമ്മൾ അള്ളാഹു കേൾക്കുന്നു അള്ളാഹു കാണുന്നു എന്ന് പറയാൻ പാടില്ല എന്നവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരുടെ വിവരം ശുഷ്കമാണ്, അവരുടെ നിലപാട് തെറ്റാണ്. അള്ളാഹു കേൾക്കുന്നു അള്ളാഹു കാണുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമാണ്, പരിപൂർണമായ കേൾവിയാണ്. മനുഷ്യൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പോരായ്മകളോടുകൂടിയുള്ള കേൾവിയാണ്. അതിൽ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുന്ന ഒരു വിഷയമല്ല. അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഒരു ഭരണാധികാരിയാണ് മഅ്മൂൻ. ഹാറൂൺ റഷീദിൻ്റെ മക്കളിൽ അമീനും മഅ്മൂൻ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മഅ്മൂൻ്റെ ഖിലാഫത്തിൽ മുഅ്തസിലിയ കക്ഷികളുണ്ടല്ലോ, അവർ ആയത്ത് തിരുത്താൻ ശ്രമിച്ചു. എങ്ങനെ തിരുത്തിയത്? വഹുവ സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഇതാണ് ആയത്തിലുള്ളത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, ഇതാണ് ആയത്ത്. അപ്പോൾ ഇതിലെന്താ പറയണത്? അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. മുഅ്തസിലിയ കക്ഷി എന്താ മഅ്മൂനോട് പറഞ്ഞറിയോ? ഖലീഫയോട് പറഞ്ഞത് ഈ ആയത്ത് തിരുത്തിയിട്ട് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവൽ അസീസുൽ ഹക്കീം എന്നാക്കാൻ. എന്നിട്ട് അത് കഅബയിൽ തൂക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായി? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവൽ അസീസുൽ ഹക്കീം. അൽ അസീസ് അൽ ഹക്കീം എന്നുള്ളത് അള്ളാഹ്ക്ക് പറയാം. അസമീഉൽ ബസീർ എന്ന് അള്ളാഹ്ക്ക് പറഞ്ഞാൽ എന്തായി? തങ്ങളുടെ ആദർശം നിലനിൽക്കൂല, തങ്ങളുടെ വാദം പൊളിയും. അതുകൊണ്ട് ഖുർആൻ തിരുത്താൻ അന്ന് മുഅ്തസിലിയ കക്ഷി ഭരണാധികാരിയോട് ആവശ്യപ്പെടുകയുണ്ടായി എന്നാണ്. മഅ്മൂനും ഖലീഫയും അവരുടെ ഒരു വാലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെയും മറ്റൊക്കെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നമ്മൾ വായിക്കണില്ലേ. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ അസമീ എന്നുള്ള പേര് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹ്ക്ക് കേൾവി എന്നുള്ള വിശേഷണമുണ്ട്, അസമീ എന്നുള്ള പേരുമുണ്ട്. അത് അള്ളാഹുവിൻ്റെ പരിപൂർണതയ്ക്ക് അനുയോജ്യമായ വിധമാണ്. അത് അള്ളാഹുവിനെ നമ്മൾ സ്ഥിരീകരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ മനുഷ്യരോട് തുല്യപ്പെടുത്തുകയോ സാദൃശ്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. മനുഷ്യന്മാരെ കേൾവിക്ക് വിധിവിലക്കുകളില്ലേ? എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്? വത്തഖുല്ലാഹ വസ്മഉ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം, നിങ്ങൾ കേൾക്കണം. വസ്മഉ വ അതീഉ, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അനുസരിക്കണം. നമുക്ക് വിധിവിലക്കുകളുണ്ട് നമ്മുടെ കേൾവിയിൽ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ യസ്മഅ, കേൾക്കണതൊക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് കുറ്റമായി മതി. അപ്പോൾ നമ്മളെ കേൾവി വേണ്ട, അതിൽ വിധിവിലക്കുകളുണ്ട്. അള്ളാഹിൻ്റെ കേൾവിക്ക് അങ്ങനെയല്ല. നമ്മൾ കേൾക്കണതൊക്കെ പറഞ്ഞടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കേൾക്കണതൊക്കെ പറഞ്ഞടക്കൽ തന്നെ തെറ്റാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, ബാങ്കി വിളിക്കുന്നത്, മുഅദ്ദിൻ ബാങ്കി വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്കി പറയുന്നത് പോലെ നിങ്ങളും പറയണമെന്ന്. അപ്പോൾ നമ്മൾ കേട്ടാൽ എന്താ വിധിവിലക്കുകളുണ്ട്. ബാങ്ക് കൊടുക്കണത് കേട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കി പറയുന്നത് പോലെ പറയണം. ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്നുള്ളിടത്ത് മാത്രം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയണം. എന്നിട്ട് ബാങ്കിന് ശേഷം ദുആ ചെല്ലാൻ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് എല്ലാം പറഞ്ഞ് അതിന് മുന്നോടിയായിട്ട് റസൂലുള്ളാഹിക്ക് വസീലക്ക് വേണ്ടിയിട്ട് ദുആ ഇറക്കാൻ പറഞ്ഞ്. അപ്പോൾ നോക്കി നിങ്ങൾ നമ്മളുടെ കേൾവി,
അള്ളാഹുവിൻ്റെ കേൾവിക്ക് അള്ളാഹ്ക്ക് വിധിവിലക്കുകളുണ്ടോ? അള്ളാഹു വിധിവിലക്കുകൾ അവതരിപ്പിക്കുന്നവനും വിധിവിലക്കുകൾ നൽകുന്ന മുക്കല്ലിഫുമാണ്. നമ്മൾ വിധിവിലക്കുകൾ ബാധകമായ മുക്കല്ലഫുകളാണ്, വിധിവിലക്കുകൾ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സമീഅ്തുമുദ്ദീഖത ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി. കോഴി കൂവുന്നത് കേട്ടാൽ, നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹിനോട് അവൻ്റെ ഫضല് തേടാൻ പറഞ്ഞു, ഔദാര്യം തേടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോഴി കൂവുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് ഔദാര്യം തേടാൻ പറഞ്ഞു. അപ്പം നമ്മളുടെ കേൾവിക്ക് നോക്കി നിങ്ങൾ അതിനതിൻ്റെ വിധികൾ. അതേപോലെ തന്നെ ഇദാ സമീഅ്തു നുബാഹൽ കിലാബ്, നായ കുരക്കുന്നത് നിങ്ങൾ കേട്ടാൽ, അതേപോലെ വനഹൈഖൽ ഹമീർ ബില്ലൈൽ, രാത്രിയിൽ കഴുത ഓരിയിടുന്നത്, നായ കുരക്കുന്നത് നിങ്ങൾ കേട്ടാൽ ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്താൻ, നിങ്ങൾ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നായ കുരക്കുന്നത് കേട്ടാൽ, കഴുത കരയുന്നത് കേട്ടാൽ അള്ളാഹുവിനോട് അഭയം തേടണം. നമ്മുടെ കേൾവി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കാണ്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ, നിഷിദ്ധങ്ങൾ കേൾക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞ്, സംഗീതം കേൾക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞ്. അപ്പം നമ്മളുടെ കേൾവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് കാരണത്താൽ അതിൽ നമ്മളോട് അള്ളാഹിനെ സാദൃശ്യപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് അള്ളാഹ്ക്ക് കേൾവി ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തികച്ചും പിഴച്ച വാദമാണ്, അത് തീർത്തും അസ്വീകാര്യമായ വാദമാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്.